ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തുടക്കക്കാർ എങ്ങനെയാണ് PSCയിലേക്ക് വരിക, മടുപ്പ് മാറ്റി വെച്ച് എങ്ങനെയാണ് പഠിക്കുക, പഠിക്കുമ്പോൾ ഉറക്കം വരുന്നത് എങ്ങനെ ഒഴിവാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പഠനത്തിലേക്ക് നമ്മളെ വരുമ്പോൾ അധികം ടോപ്പിക്കുകളൊന്നും പഠിക്കാൻ ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത്. വളരെ കുറഞ്ഞ ടോപ്പിക്കിൽ നമുക്ക് പഠനത്തിലേക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ആദ്യമായിട്ട് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഡെയിലി ഒരു റാങ്ക് ഫയലിൽ സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് എടുത്ത് അതിൽ ഒരു ടോപ്പിക്ക് നമ്മൾ 1-2 തവണ വായിച്ച് അതിലൊരു ഫ്ലോ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം അത് ആഴത്തിലേക്ക് പഠിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ ആദ്യം പഠനത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ പഠിക്കുന്നതൊന്നും നമ്മുടെ ഓർമ്മയിൽ നിലനിർത്താനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്യാന്ന് വെച്ചാൽ ഒരു ടോപ്പിക്ക് ആദ്യം ഒരു 3 തവണ വായിക്കും. പിന്നെ അതിന് ശേഷം അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വായിക്കും. അപ്പോൾ അങ്ങനെ വായിച്ച് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയോ നമ്മൾ കേട്ടതായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഓർമ്മയിൽ വരും. അപ്പോൾ എക്സാമൊക്കെ ഇടുമ്പോൾ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാവുന്നുള്ളത് കാണുമ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കിത് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇഷ്ടം നമുക്ക് കൂടി വരികയും പഠനത്തിലേക്ക് നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ആദ്യം കുഞ്ഞു ടോപ്പിക്കുകളിൽ നിന്ന് തുടങ്ങുക. അതിൽ നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്ന ഭാഗം ആദ്യം വായിക്കുക. നമുക്ക് എളുപ്പം തോന്നുന്ന ഭാഗങ്ങളൊക്കെ ആദ്യം വായിച്ച് നമ്മൾ ആ ഒരു പഠനത്തിലേക്ക് വരിക. അതിനുശേഷം ആഴത്തിലുള്ള പഠനത്തിലേക്ക് പോവുക. അങ്ങനെ വേണം നമ്മൾ പഠനത്തിലേക്ക് വരാൻ. ഇനി ഉറക്കം ഒഴിവാക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ അന്നന്ന് പഠിക്കുന്നത് റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വരികയും അപ്പോൾ നമുക്ക് ഉറക്കം ഒഴിവാക്കി കുറച്ച് ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടൊരു പാഠം ഒരു ടോപ്പിക്ക് എടുത്ത് വെച്ച് നമ്മൾ രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞിരുന്ന് വായിക്കാൻ തുടങ്ങരുത്. നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ പഠിച്ച് 2-3 വായന കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കിനെ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വേണം ഈ രാത്രിയിലൊക്കെ ഉള്ള പഠനം ഉപയോഗപ്പെടുത്താൻ. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കുകൾ ഉറക്കം വരുമ്പോൾ നമുക്കത് ഒഴിവാക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊക്കെ അറിയാമെന്നുള്ള ഭാഗമാണ്. അപ്പം അറിഞ്ഞുകൂടാത്ത ഭാഗങ്ങൾ കൂടുതൽ ഉറപ്പിച്ചാൽ മാത്രം മതി എന്നുള്ള ഒരു ഇത് വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിലേക്ക് ഉറപ്പിച്ച് പഠിക്കാൻ പറ്റും. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.